ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം എല്ലാവരും ഇന്ന് വളരെ കേരളത്തിൽ തന്നെ വളരെ പ്രചാരം നേടിയ ഒരു സഹസ്രനാമ സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം. ആ ലളിതാ സഹസ്രനാമത്തിലൂടെ ഒരു സഞ്ചാരം, ഇത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദേവിക്ക് ഒരു സമർപ്പണം പോലെ എന്താണ് ലളിതാ സഹസ്രനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് ലളിതാ സഹസ്രനാമത്തെ ഒന്ന് നോക്കിക്കാണാം. ഒരു കുട്ടിക്ക് 6-7 മാസം വരെ അതിന്റെ അമ്മ എന്ന് പറയുന്നത് ആ കുഞ്ഞും അമ്മയും ഒന്നാണ്, അല്ലെ? ഒരു വയസ്സ് വരെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു കുഞ്ഞിന് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയും, കാരണം അതിന് ഒരു പ്രത്യേക ഐഡന്റിറ്റി ഇല്ല. അപ്പോ അതും അമ്മയും ഒന്നാണ്, അങ്ങനെ ഒരു ചിന്തയാണ് കുഞ്ഞിനുള്ളത്, അല്ലെ? അപ്പോ ജഗന്മാതാവിനെ നമ്മൾ വിളിക്കുമ്പോൾ, ആ പേര് വിളിക്കുമ്പോൾ ജഗത്തിന്റെ മാതാവാണ്, അല്ലെ? വേറെ ഏത് പേര് വിളിച്ചാലാണ് നമ്മുടെ ഉള്ളില് ആ ഒരു മുറിക്കാൻ പറ്റാത്ത അപരിമിതമായിരിക്കുന്ന ആ ഒരു സ്നേഹം. അപ്പൊ അമ്മയുടെ പേരെന്തെന്ന് നമ്മളൊരു കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് ചോദിച്ചാല് നമുക്ക് എന്താ പറയാ, ആ ഒരു കുട്ടിക്ക് പേര് പറയുന്നതിനേക്കാൾ എന്റെ അമ്മ എന്ന് പറയാനാണ് ഇഷ്ടം, അല്ലെ? നമ്മൾ കുട്ടികളെ കണ്ടിട്ടില്ലേ, ചോദിക്കുമ്പോ അപ്പൊ പറയും പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും എന്റെ അമ്മ എന്നാണ് പറയുന്നത്. കാരണം ആ എന്റെ എന്ന് അവിടെ സ്ട്രെസ് ചെയ്യാൻ കാരണം എന്താ, കുട്ടിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി വന്നിട്ടില്ല. അപ്പോ എന്റെ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ്, തന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെയാണ് ആ കുഞ്ഞ് പറയുന്നത്, അല്ലെ? അപ്പോ അമ്മയുടെ പേര് പറയാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം, അല്ലെ? കാരണം അതിൻ്റെ ഒരു പൊസസീവ്നെസ് ഓരോ കുഞ്ഞിനും ഉണ്ട് അമ്മ എന്ന് പറയുമ്പോൾ. അപ്പോ ആ അമ്മ, അതായത് സിംഹാസനേശ്വരിയായിരിക്കുന്ന ഒരു മഹാരാജാവായിരിക്കുന്ന അച്ഛന്റെ പത്നിയായിട്ടിരിക്കുന്ന മഹാറാണിയാണ് ദേവി ലളിതാ പരമേശ്വരി. ചിദ് അഗ്നിയിൽ നിന്ന് വന്നതാണ് ദേവി. അപ്പൊ ഈ ചിദ് അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല് ഉള്ളിന്റെ ഉള്ളിലാണ് അതിരിക്കുന്നത്, അല്ലെ? ശാക്തേയർക്ക് ദേവി എന്ന് പറയുന്ന ചിതി, അത് ചിതി എന്ന് പറഞ്ഞാല് ചിത്ത്. അപ്പോ ചിത്തം ആ ഒരു സത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിത്തിനെ കാണുന്നത്. അപ്പൊ ദേവി പുറത്തല്ല, ദേവി അകത്താണ്. അപ്പൊ തന്റെ ഉള്ളിലിരിക്കുന്ന ആ അകത്തിരിക്കുന്ന അമ്മ. അപ്പൊ ശാക്തേയർക്ക് എപ്പോഴും ഉള്ളിലാണ് എല്ലാ കാര്യങ്ങളും, അല്ലെ? നമ്മൾ ശൈവത്തില് ചിത്തം എന്ന് പറഞ്ഞാല് മനസ്സ്, അത് കഴിഞ്ഞ ബുദ്ധി, പിന്നെ അഹങ്കാരം, പിന്നെയാണ് ചിത്തം വരുന്നത്. ഇപ്പൊ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? അത് അബ്സ്ട്രാക്റ്റ് ആണ്, അത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല, അതാണ് സത്യം. അപ്പൊ ഈ മനസ്സ് ഓരോ കാര്യങ്ങള്, അതായത് ഇൻഫർമേഷൻസിനെ, അതായത് ആ ഒരു ഇൻപുട്സ് ആക്കിയിട്ട് അത് നമുക്ക് എന്താ ചെയ്യുന്നത്, ചോദ്യങ്ങളാക്കി തരികയാണ്. അപ്പൊ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. ബുദ്ധി എവിടെയാണ് അതും നമുക്കറിയില്ല. അത് കുറച്ചുകൂടി എന്താ പറയാ, സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നതിനെ നമുക്ക് ബുദ്ധി എന്ന് പറയാം. ഇത് എനിക്കറിയാം, അല്ലെങ്കിൽ ആ ഒരു റീസണിങ് പവറിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ മനസ്സും ബുദ്ധിയും എവിടെയാണെന്ന് ഇതുവരെ പറയാൻ പറ്റില്ല. ബ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ബുദ്ധി എന്താണ്, അല്ലെ? അപ്പോ ഈ മനസ്സിന്റെ 4 തലങ്ങൾ, ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുന്നത് ആ ഒരു റീസണിങ് ഇല്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ, ഇല്ലാത്തതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. കാരണം അതിന് പ്രത്യേകിച്ച് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഈ 3 എണ്ണത്തിനെയും അതിക്രമിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്തായാലും ആ ഒരു വാസന വിശേഷങ്ങളെല്ലാം തന്നെ സ്വരൂപിച്ച് വെക്കുന്നതിനെയാണ് ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ 4നെയും നമ്മൾ അന്ധക്കരണം എന്നാണ് പറയുന്നത്. കരണം എന്നാൽ എന്താണ്? കരണം എന്നാൽ കർമ്മം ചെയ്യാൻ അകത്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്നർത്ഥം. അപ്പൊ ഈ ചിത്തം സദാ യാതൊരു ചലനവുമില്ലാതെ വളരെ ശാന്തമായിട്ടിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ ചില ഗ്രൂപ്പ്, അതായത് ശാക്തേയ ഉപാസകര് സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നതായിട്ട് പറയാറുണ്ട്. ആജ്ഞാചക്രത്തിലുള്ള സഹസ്രദള പത്മത്തിന് മുകളിലുള്ള ആ ഒരു ബ്രഹ്മരന്ധ്രം, ആ പുറത്ത് എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും അപ്പുറത്തുള്ളത് എന്ന് പറയാറുണ്ട്. ഭൂമിയിൽ അത് പറയുന്നത് മധുര ക്ഷേത്രം എന്ന് പറയുന്ന ഹാലാസ്യ നഗരമായിട്ട് പറയാറുണ്ട്. മധുരയിൽ ഇരിക്കുന്ന ശക്തി ചിത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോ ഈ ചിത്ത് എന്ന് പറയുന്നത് ആ പരാശക്തിയിൽ നിന്ന് വരുന്ന ഒരു തുള്ളി ചിത്ത്, അതായത് ജീവൻ എന്നും സത്തിന്റെ പകുതിയാണെന്നും പറയാറുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ സച്ചിദാനന്ദം എന്ന് പറയണു. ഇപ്പൊ തത്വമസി, അഹം ബ്രഹ്മാസ്മി, എല്ലാ മഹാവാക്യങ്ങളും ഈ സത്തും ചിത്തും കൂടി ചേർന്നതിനെയാണ് പറയുന്നത്.
ഇപ്പൊ ചിദംബര നടനം എന്ന ശിവന്റെ നടനം, അതായത് ചിത്താകുന്ന ആ ഒരു അമ്പലത്തിലാണ് നടക്കുന്നത്. ചിദംബരം എന്ന് പറഞ്ഞ ഒരു നഗരമല്ല. ചിദംബര രഹസ്യം എന്താണ്? ആ ക്ഷേത്രത്തിൽ ചെന്ന് ആ ഒരു ചിദംബര രഹസ്യത്തെ കാണണം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഒരു തിരശീല മാറ്റി കാണിക്കും, ഇല്ലേ? അവിടെ ഒരു സ്വർണ്ണ ബിൽവമാല, അതായത് കൂവളമാല തൂക്കിയിരിക്കും. അവിടെ ശിവൻ അരൂപിയാണ്, രൂപമില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ മനസ്സിലിരിക്കുന്ന ശിവനെ അവിടെ വെച്ച് നമ്മൾ കാണണം. ശിവതാണ്ഡവമാടുന്ന ശിവൻ, അല്ലേ? അപ്പൊ ഈ ബ്രഹ്മാണ്ടങ്ങൾക്കും ബഹിരണ്ഡങ്ങൾക്കും അപ്പുറം നടക്കുന്ന ആ നൃത്തത്തിന്റെ ഋതം, അതിനെയാണ് നമ്മൾ പ്രപഞ്ച താളം എന്ന് പറയുന്നത്. ശിവൻ ശവമായി കിടക്കുന്നു എന്നതും ശിവന്റെ നൃത്തവും തമ്മിലുള്ള വ്യത്യാസം, അതായത് ശിവന്റെ ഉള്ളില് ദേവി അഥവാ അമ്പാൾ അഹോ പുരുഷികയായിട്ട് ചെന്ന് ഈ ശിവനെ ഉണർത്തി പ്രപഞ്ച സൃഷ്ടിക്കായി നൃത്യം ചെയ്യിപ്പിച്ചു. ഇവര് രണ്ടുപേരുമാണ് ചിന്താമണി ഗൃഹത്തിലെ ചിദഗ്നി കുണ്ടത്തിന്റെ നിത്യ ഹോതാക്കളായിട്ടിരിക്കുന്നവര്. ഈ രണ്ടു പേരുടെ ഹോമം നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മഹാപ്രളയം സംഭവിക്കുന്നു, അല്ലേ? അപ്പൊ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എന്നതിന്റെ തിരികെയുള്ള ലയത്തിനെയാണ് പ്രളയം എന്ന് പറയുന്നത്, പ്രകർഷേണ ലയം. അപ്പൊ എന്റെ ഉള്ളിലെ ചിത്ത് അമ്പരത്തിലാണ് ഈ നടനം നടക്കുന്നത്. എന്റെ ഉള്ളിലെ ചിത്ത് അഗ്നിയിൽ ആവിർഭൂതയായവൾ. എന്തിനു വേണ്ടിയാണ് അമ്മ വന്നത്? എന്തിനാണ് ദേവി പുറത്തേക്ക് വന്നത്? ദേവകാര്യ സമുദ്യത. വേഗമായിട്ട് വന്നു, വിളിച്ച ഉടനെ ഓടി വന്നു, അല്ലെ? അമ്മമാര് കുട്ടികൾ വിളിച്ചാൽ ഓടി വരും. അമ്മ എങ്ങനെയാ വന്നത്? ഉദ്യദ്ഭാനു സഹസ്രാഭ, അതായത് ഇൻഫിനിറ്റ് കൗണ്ട്ലെസ് എന്നൊക്കെ പറയാം. കോടി സൂര്യപ്രഭയോടെ വന്ന ദേവി, ആ ഒരു ഉദിച്ചു വരുന്ന പരമകാന്തിയുള്ള കണ്ണിനെയും മനസ്സിനെയും ആകർഷിക്കുന്ന ദേവി. ചതുർബാഹു സമന്വിത, നാല് കൈകളോട് കൂടിയാണ് അമ്മ വന്നത്. ഈ നാല് കൈകള്, അതായത് ഇടത്ത് രണ്ട് വലത്ത് രണ്ട് കൈകൾ, അല്ലെ? അപ്പോ ചിദഗ്നി കുണ്ടത്തിൽ നിന്ന് ദേവകാര്യം നടത്താൻ വന്നവളാണ് ദേവി. ഈ ദേവകാര്യത്തിന് വേണ്ടി വന്ന അമ്മയ്ക്ക് 4 വിധത്തിലുള്ള ആയുധങ്ങൾ വേണം. എന്താണ് അത്? കാരണം കൈകൾ എന്താ ചെയ്യുന്നത്? കർമ്മം അല്ലെങ്കിൽ ക്രിയ എന്നത് കൈകൊണ്ട് തന്നെ ചെയ്തെങ്കിലേ പറ്റൂ, അല്ലെ? ശില്പം എന്നത് കൈകൾ കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബലം എന്ന് പറയുന്നത് കൈകളാണ്. അപ്പോ ദേവിക്ക് ബലമായിട്ടിരിക്കുന്ന 4 പേര്, 4 കൈകള്, അല്ലെ? നമ്മൾ പറയും ഇവൾ എന്റെ വലത്ത് കൈയാണ്. നമുക്ക് വളരെ സഹായം ചെയ്യുന്നവർ പറയും ഇവൾ എന്റെ ബലമാണ്. എന്താ അതിന്റെ അർത്ഥം? എന്റെ സഹായമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ 4 ശക്തികൾ അമ്മയുടെ 4 കൈകളായിട്ടിരിക്കുന്നു. ആരൊക്കെയാണ് അവര്? രാജശ്യാമള, വാരാഹി, സമ്പത്കരി, അശ്വാരൂഢ. ഇവര് അമ്മയുടെ 4 കൈകളാണ്. അമ്മയെ സഹായിക്കാൻ വന്നവരാണ് അവര്. ഈ 4 കൈകളില് അമ്മ എന്തൊക്കെയാ വെച്ചിരിക്കുന്നത്? പാശം, അങ്കുശം, 2 കൈകളില്. പാശം എന്ന് പറഞ്ഞാല് ബന്ധപാശം. അപ്പോ പല കളറിലുള്ള പാശം, ഇല്ലേ? പാശം എന്ന് പറഞ്ഞാൽ നിറം എന്നൊരു അർത്ഥമുണ്ട്. അതിന് വേറൊരു അർത്ഥം നമുക്ക് പറയാം, ചിന്തകൾ എന്ന് പറയാം. എന്തൊക്കെയാണ്? നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് വേണം, ഇത് വേണം, അല്ലെ? നമുക്ക് സമൂഹത്തില് പേര് വേണം, എന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കണം, ഇങ്ങനെ പല ചിന്തകൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? പാശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് രാഗസ്വരൂപ പാശാഠ്യ. മറ്റേ കൈയിലോ? ക്രോധാങ്കാര അങ്കുശം. ക്രോധം എന്ന് പറഞ്ഞാൽ ഈ പാശത്തെ വെട്ടാൻ എന്താ വേണ്ടേ? അങ്കുശം, അല്ലെ? അപ്പൊ ജ്വലിക്കുന്ന അങ്കുശമാണ് അമ്മയുടെ കയ്യില് ഇരിക്കുന്നത്. ഇനി ഒരു കൈയിലോ? ഇക്ഷുകോദണ്ഡം. അപ്പൊ മനസ്സ് എന്ന കരിമ്പ് വില്ല്. മറ്റു കൈയില് പഞ്ചബാണങ്ങള്, അതായത് 5 ബാണങ്ങള്. അപ്പൊ പഞ്ചതന്മാത്രകളായിരിക്കുന്ന 5 ബാണങ്ങള്. ഈ ദേവിയാണെങ്കിലോ നിജാരൂപ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല. ഈ ബഹിരണ്ഡങ്ങൾക്ക് വെളിച്ചം തരുന്നവളാണ് ദേവി. ഭുവനം 14ലും പൂത്തവളെ എന്ന് അഭിരാമി ഭട്ടര് പാടിയപ്പോ ഈ കോടി കോടി നക്ഷത്രങ്ങള്, ഗ്രഹങ്ങള് എല്ലാത്തിനും വെളിച്ചം കിട്ടുന്നത് അമ്മയുടെ ഈ നിജ അരുണപ്രഭയിൽ നിന്നാണ് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇല്ലേ? നമ്മളത് മനസ്സിലാക്കണം. കാരണം ആ പ്രഭാപൂരമാണ് ശരിക്കും ഒറിജിനൽ. അതുകൊണ്ടാണ് നിജം. നിജം എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായിട്ടുള്ളത്. നമ്മള് ഇവിടെ ഒരു വിളക്കിൽ തിരി തെളിയിക്കുന്നു, എന്താ? നമ്മൾ ഉണ്ടാക്കുകയാണ്, അല്ലെ? തീപ്പട്ടി ഒരച്ച് കത്തിക്കുന്നു. ഇവിടെ ബാക്കിയെല്ലാം സൂര്യന്റെ പ്രകാശം എവിടുന്നാ കിട്ടുന്നത്? ഈ നിജമായിരിക്കുന്ന അമ്മയുടെ പ്രകാശത്തിൽ നിന്നാണ്.
അപ്പൊ നിജം എന്ന് പറഞ്ഞാല് ഇതിൽ നിന്ന് കടമെടുത്തതാണ് മറ്റുള്ളതെല്ലാം അർത്ഥം. അപ്പൊ ഒറിജിനൽ ആയിട്ടുള്ളത് എന്താ? അമ്മയുടെ ഈ പ്രകാശമാണ്. ആ ദേവി തന്റെ ആ ഒരു തിരുകൂന്തലിൽ പുഷ്പങ്ങൾ ചൂടിയിരിക്കുന്നു. ഏറ്റവും സുഗന്ധമുള്ള ചമ്പക, അശോക, പുന്നാഗ, സൗഗന്ധിക, ലസത്കജ, 4 വിധത്തിലുള്ള പുഷ്പങ്ങളാണ് അമ്മ ചൂടിയിരിക്കുന്നത്. കുരുവിന്ദ മണിശ്രേണി കനത്കോടീര മണ്ഡിത. കുരുവിന്ദം എന്ന് പറഞ്ഞാൽ എന്താ? പത്മരാഗം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും പ്രതിബിംബിച്ച് കാണിക്കുന്നത്. തങ്കമയമായി ഇരിക്കുന്ന കിരീടത്തില് പുഷ്പരാഗം, കുരുവിന്ദമാകുന്ന നവരത്നങ്ങൾ പതിച്ച കിരീടം ധരിച്ച് മഹാസിംഹാസനത്തിൽ ഇരിക്കുന്നവൾ. അപ്പൊ കിരീടം ഇരിക്കുന്ന നെറ്റിയാണെങ്കിലോ അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത. അളകം എന്ന് പറഞ്ഞാല് ദേവിയുടെ ചുരുണ്ട് കിടക്കുന്ന മുടി. ആ നെറ്റി അഷ്ടമി ചന്ദ്രനായിട്ട് തോന്നുന്നു. ഇത് മുകളിലിരിക്കുന്ന ചന്ദ്രനല്ല. കാരണം അതിന്റെ പകുതിയായിട്ട് താഴെ ഇരിക്കുന്ന നെറ്റി, ഇത് രണ്ടും കൂടി ചേർന്നാല് പൗർണമി പോലെ തിളങ്ങുന്നു അമ്മയുടെ മുഖം എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ അമ്മയെ കാണാൻ ഉള്ളിൽ നിന്ന് നമ്മൾ വരണം, അമ്മയെ കാണണം. കാരണം ഈ ബാഹ്യം എന്ന് പറയുന്നത് നമ്മള് ഉള്ളില് കാണേണ്ട അമ്മയുടെ രൂപമാണ്. വശിന്യാദി വാഗ്ദേവതകൾക്ക് കൽപ്പകോടി ആണ്ടുകൾക്ക് മുമ്പേ ദേവിയെ നേരിട്ട് കണ്ട ആ മനോമുകുരത്തിൽ പതിഞ്ഞ ആ സൗന്ദര്യ ധോരണിയാണ് ഈ വർണ്ണനയിൽ കാണുന്നത്. കാരണം ഇത് വർണ്ണിച്ചിരിക്കുന്ന ആരാ? അമ്മയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന വശിന്യാദി വാഗ്ദേവതകൾ ഇല്ലേ? അവര് ദേവിയെ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അവരിത് എഴുതുന്നത്. ആ തിരുനെറ്റിയില് കസ്തൂരി തിലകം ധരിച്ചിരിക്കണു. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. കസ്തൂരിമാനിന്റെ മൃഗനാഭിയിൽ നിന്നെടുത്ത കസ്തൂരി തിലകം പൂർണ്ണമായിരിക്കുന്ന ചന്ദ്രനിലെ കളങ്കം പോലെ തോന്നി. അപ്പൊ ദേവിയുടെ മുഖത്ത് എന്താണ്? ആ ഒരു കറുത്ത പൊട്ട് അല്ലെ? കസ്തൂരിമാനിന്റെ ആ ഒരു എന്താ പറയാ, കസ്തൂരിമാനിൽ നിന്ന് കിട്ടിയ ആ ഒരു തിലകം ദേവിയുടെ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന വെളുത്തിരിക്കുന്ന ആ മുഖത്ത് ഒരു കളങ്കം പോലെ തോന്നി എന്ന് പറയണു. ദേവിയുടെ മുഖം ഒരാളുടെ ഗൃഹമാണ് അല്ലെ? ആരുടെ ഗൃഹമാണ് ദേവിയുടെ മുഖം? അനങ്കൻ എന്ന് നമ്മുടെ മനസ്സിലിരിക്കുന്ന മനസിജൻ. അംഗമില്ലാത്തവൻ ആണ് അല്ലെ അനങ്കൻ. ആരാണ് അനങ്കൻ? ചാമ്പലായി പോയ മന്മഥനാണ് അനങ്കൻ. എരിഞ്ഞു കഴിഞ്ഞ എന്താ? അംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അല്ലെ? അപ്പൊ അനങ്കനായിട്ട് തീർന്നു. ആ അനങ്കന്റെ മംഗളകരമായിരിക്കുന്ന ഗൃഹം. അപ്പോ ഈ ശ്രീവിദ്യ ഉപാസകനായിരിക്കുന്ന മന്മഥന്റെ മംഗളമായ ഗൃഹം ദേവിയുടെ മുഖമാണെന്ന് പറയാണ് ഇവിടെ. വദനസ്മര മാംഗല്യ ഗൃഹ തോരണ ചില്ലിക. ഈ മുഖത്തിലെ പുരികക്കൊടികളോ മന്മഥന്റെ വീടിന്റെ വാതിലിൽ ഇട്ടിരിക്കുന്ന മംഗള തോരണം പോലെ തോന്നുന്നു. അപ്പോൾ ഈ മന്മഥന്റെ വാസം എവിടെയാണ്? ഈ മുഖത്തിലാണ് അല്ലെ? ഇതുകൊണ്ടാണ് ഈ മന്മഥൻ ഇത്ര അഹങ്കാരത്തോടുകൂടി എല്ലാവരെയും ഭരിക്കുന്നതെന്നർത്ഥം. അപ്പൊ ദേവിയുടെ പുരികക്കൊടികള് മഴവില്ല് പോലെ ഭംഗിയുള്ളതാണ്. അപ്പോ അതിന് താഴെയായിട്ട് വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. ആ സൗന്ദര്യം ഒഴുകി നടക്കുകയാണ്. എന്താ? ആ കണ്ണുകളില്. അപ്പം നമ്മള് കിരീടം കണ്ടു, അമ്മയുടെ നെറ്റി കണ്ടു, നെറ്റിയിലിട്ടിരിക്കുന്ന ആ ഒരു തിലകം കണ്ടു. ഇനി നമ്മൾ എവിടെ എത്തി? ആ കണ്ണുകളില് അല്ലെ? പരിവാഹം എന്ന് പറഞ്ഞാല് പ്രവാഹം, ഒരു നദി പോലെ, നദിയുടെ പ്രവാഹം പോലെ. ഇവിടെയാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് ആ ഒരു വദന സൗന്ദര്യ ലഹരി പ്രവാഹമായിട്ട് ഒഴുകി വരുന്നത് ഈ കണ്ണുകളിൽ നിന്നാണ്. അലയലയായിട്ട് പായുന്ന നദി. അപ്പൊ അതിലെ മീനുകൾ പോലെ രണ്ട് കൃഷ്ണമണികൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ? എത്ര ഭംഗിയാണ്! നമുക്കൊന്ന് എന്താ പറയാ, മനസ്സില് അമ്മയുടെ ആ ബാഹ്യ സൗന്ദര്യം നമ്മള് ഒന്ന് ചിന്തിച്ചാല് നമുക്ക് എത്രയാണ് സമയം, കാലം കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല. അപ്പോ നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. അടുത്തത് എന്താ? അമ്മയുടെ നാസാദണ്ഡം അല്ലെ? അത് പുതിയതായി പൂത്ത ചമ്പകം പോലെ ഇരിക്കുന്ന, അതായത് അപ്പോൾ പൂത്തത്, പുതിയതായിട്ടിരിക്കുന്ന, നവം എന്ന് പറഞ്ഞാൽ പുതിയത്, നവമായിട്ടിരിക്കുന്ന ആ ഒരു വിടർന്ന ചമ്പക പുഷ്പം പോലെ തോന്നുന്നു. താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. നാസികയിലെ ആഭരണം അല്ലെ? നക്ഷത്രങ്ങളെല്ലാം നിഷ്പ്രഭമാക്കുന്ന മൂക്കുത്തി. ദേവി കന്യാകുമാരിയുടെ മൂക്കുത്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കടലിലെ കപ്പലുകൾ വരെ വിളക്കുമരമായിട്ട് അത് നിൽക്കാറുണ്ട് എന്നാണ് നമ്മൾ അവിടെ ഭക്തർ വിശ്വസിക്കുന്നത്. ആ മൂക്കുത്തിയാണ് വഴി കാണിക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് ആ കതക് സ്ഥിരമായിട്ട് അടച്ചിട്ടിരിക്കുന്നത്. കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. കാതുകളിൽ ധരിച്ചിരിക്കുന്ന താടങ്കങ്ങള്, അമ്മയുടെ താടങ്ക മഹിമ വളരെ പ്രസിദ്ധമാണ്. കാരണം തിരുവനൈക്കാവ് അഖിലാണ്ടേശ്വരി കാതില് ശ്രീചക്രത്തെ ധരിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അത് ഐതിഹ്യമാണ്.
എവിടെയൊക്കെ ദേവി ഉഗ്രഭാവത്തിൽ ഇരിക്കുന്നോ അവിടെയൊക്കെ ശ്രീചക്രത്തെ സ്ഥാപിച്ച് ദേവിയെ ശാന്തമാക്കി ഇരുത്താറുണ്ട് ശ്രീ ശങ്കരാചാര്യ സ്വാമികള്. കാഞ്ചി ക്ഷേത്രം നമുക്കറിയാം പൃഥ്വി ക്ഷേത്രമാണ്. അവിടെയും ദേവി ഉഗ്രഭാവത്തിൽ ഇരുന്നപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ശ്രീചക്രം സ്ഥാപിച്ച് ശാന്തയാക്കിയെന്ന് പുരാണം. അപ്പൊ ദേവി ഉഗ്രം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ട് ഉഗ്രഭാവം സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ദേവി ഒരിക്കലും കോപിക്കില്ല. ആ അമ്മ തെറ്റ് ചെയ്തവർ ഞങ്ങളാണ് എന്ന അമ്മയുടെ കോപത്തെ താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് സമസ്ത അപരാധം ക്ഷമസ്വാഖിലേശം എന്ന് പറഞ്ഞിട്ടാണ് ശങ്കരാചാര്യസ്വാമി അവിടെ ശ്രീചക്രത്തെ സ്ഥാപിച്ചത്. ഇപ്പൊ പൃഥ്വി സ്ഥലമാണ് കാഞ്ചി. ശ്രീചക്രത്തെ ഭൂമിയിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നു. ഭൂമി എന്തും താങ്ങും അല്ലെ. എന്നാൽ തിരുവനൈക്കാവ് എന്ന് പറയുന്നത് ജലമാണ്, അപ്പാണ്. ആ ഒരു പഞ്ചഭൂതങ്ങളില് ജലത്തിന്റെ സ്ഥലമാണ്. അവിടെ എവിടെ പ്രതിഷ്ഠിക്കും? അപ്പൊ ജലത്തിൽ എഴുതിയാൽ അത് ഒഴുകിപ്പോകും ഇല്ലേ. അതുകൊണ്ട് ദേവിയുടെ താടങ്കങ്ങളായി ശ്രീചക്രങ്ങളെ ദേവിക്ക് അണിയിച്ചു എന്ന് കഥ. അപ്പൊ ദേവിയുടെ ഉഗ്രഭാവം മാറി ശാന്തയായിട്ട് തീർന്നു അപ്പോഴ്. അപ്പൊ താടങ്ക യുഗളീഭൂത തപനോടുവ മണ്ഡല എന്ന് ആകാശത്തിലെ സൂര്യൻ, ഒന്ന് ചന്ദ്രൻ അല്ലെ. ദേവിയുടെ താടങ്കങ്ങള് സൂര്യചന്ദ്രന്മാരാണ്. മാത്രമല്ല ദേവിയുടെ കണ്ണുകള് സൂര്യചന്ദ്രന്മാരാണെന്ന് പറയാറുണ്ട്. അമ്മയുടെ വക്ഷോരുഹങ്ങള് സൂര്യചന്ദ്രന്മാരാണെന്ന് പറയും. അപ്പൊ നമ്മൾ കൗളമാർഗം, സമയം, ശാക്തം എന്നീ സമ്പ്രദായങ്ങൾ ഓരോ രീതിയിൽ ദേവിയെ വർണ്ണിക്കാറുണ്ട്. ദേവിയുടെ ആ ഒരു അണ്ടത്തില്, ദേവിയെ അണ്ടത്തിലും പിണ്ടത്തിലും ഒക്കെ വേറെ വേറെ ആയിട്ട് വർണ്ണിക്കും. അപ്പോ അഭിരാമി പട്ടര് പാടിയത് കേട്ട് ആ ഒരു വിളിക്ക് അരുളുണ്ട് അഭിരാമി പട്ടർക്ക്, അഭിരാമി വെല്ലിക്ക് എന്ന് സ്തുതിച്ചപ്പോ തന്റെ ഇടത് ചെവിയിൽ ധരിച്ചിരുന്ന ചന്ദ്രനാകുന്ന താടങ്കത്തെ വലിച്ചെറിഞ്ഞ് അമാവാസിയിലെ പൗർണമിയെ ഉണ്ടാക്കിയെന്ന് അഭിരാമി അന്താതി അല്ലെ. വളരെ പ്രസിദ്ധമായിരിക്കുന്ന അഭിരാമി പട്ടരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്തതായി പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ. ദേവിയുടെ കവിളുകളെ കുറിച്ചാണ്. പത്മരാഗ പ്രഭയോടുകൂടി ശിലാദർശ. അപ്പൊ പത്മരാഗ കല്ലെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാറ്റിനെയും റിഫ്ലക്ട് ചെയ്യിക്കുന്നതാണ്. അപ്പൊ ദേവിയുടെ കവിളുകൾ ആ കല്ലിനെ ഒന്നുമല്ലാതാക്കുന്ന ശോഭയോട് കൂടിയതാണ്. നവവിദ്രുമ ശ്രീന്യക്കാരിരതനച്ഛത. വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം എന്ന് തന്നെയാണ്. ആ ഒരു പുതിയതായിട്ട്, നവ എന്ന് പറഞ്ഞാൽ പുതിയത്, പവിഴം എന്ന് പറഞ്ഞാൽ ഒരു വളരെ മനോഹരമായിരിക്കുന്ന ബിംബശ്രീ, ബിംബമലർ, ഇത് രണ്ടും കൂടി ചേർന്ന് ആ ചുവന്ന പവിഴം പോലെയുള്ള ചുണ്ടുകളെയാണ് ഇവിടെ പറയുന്നത്, അധരങ്ങൾ. അടുത്തത് അമ്മയുടെ രണ്ടുപേരി പല്ലുകളാണ്. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജ പങ്ക്തി ദയോജ്വല. ജ്വലിക്കുന്ന വെളുത്ത പല്ലുകള്. ശുദ്ധവിദ്യയുടെ മുള പോലെയുള്ള പല്ലുകള്. അപ്പൊ ശുദ്ധവിദ്യ എന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശ്രീവിദ്യ ഉപാസനയിലെ ഉയർന്ന തലത്തെയാണ് ശുദ്ധവിദ്യ എന്ന് പറയുന്നത്. ദേവിയെ ഉപാസിക്കാനുള്ള പൂർണ്ണ വിദ്യ എന്നർത്ഥം. അത് ശുദ്ധവിദ്യ. അതിന്റെ മുള മാതിരി എന്നാല് ശുദ്ധവിദ്യയിലെ 32 തത്വങ്ങളുണ്ടോ എന്ന് പറയണു. ദ്വിജൻ എന്നാൽ എന്താണ്? ദ്വിജൻ എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിഞ്ഞവർ, രണ്ടാമത്തെ ജന്മത്തെ സ്വീകരിച്ചവർ എന്നാണ് അർത്ഥം അല്ലെ. ദ്വിജ എന്ന് കുട്ടികൾക്ക് പേരിടാറുണ്ട്. ഇനി പക്ഷിക്ക് ദ്വിജ എന്നൊരു പേരുണ്ട്. അതിനെന്താ കാരണം? ഒരു ജന്മം മുട്ടയിലാണത് അല്ലെ, പുറത്തു വരുന്നത് രണ്ടാമത്തെ ജന്മം, അതുകൊണ്ട് ദ്വിജ. അപ്പൊ പല്ലിന് ദ്വിജ, കാരണം ജനിക്കുമ്പോൾ വരുന്ന ആ ഒരു സെറ്റ് പല്ലിനെ നമ്മൾ എന്താ പറയാ, പാൽപ്പല്ലുകൾ, മിൽക്ക് ടീത്ത് എന്നാ പറയുന്നത്. അത് പോയിട്ട് പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ വരും ഇല്ലേ. അങ്ങനെ 2 ജന്മമുള്ളത്. ഇപ്പൊ ഗുരു ഉപദേശം സ്വീകരിച്ച് രണ്ടാമത്തെ ജന്മം സ്വീകരിച്ചവർ, ഗുരുവാണ് ഉപനയിപ്പിക്കുന്നത്. അതായത് ദേവിയുടെ അടുത്തേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആള് ഗുരുവാണ്. ശ്രീവിദ്യയിൽ ഗുരുവിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ശ്രീവിദ്യയിൽ ഗുരുവാണ് ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ യോഗ്യതയുള്ളത്. കാരണം ശ്രീവിദ്യ തത്വങ്ങളാണ് മുള പോലെയുള്ള ആ പല്ലുകൾ. അമ്മയാകുന്ന ശ്രീവിദ്യയിലെ ശരണാഗതി ചെയ്യാനുള്ള ശുദ്ധ വിദ്യയാകുന്ന 32 പല്ലുകള്. അടുത്തത് എന്താണ്? കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. കർപ്പൂര വീടിക എന്ന സുഗന്ധ താമ്പൂലത്തെ സദാ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നവൾ. താമ്പൂല വാസനയിൽ എല്ലാ ദിക്കുകളും ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ദിക്കുകളും ഈ താമ്പൂല വാസനയിലാണ് ആകർഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അർത്ഥം. നിജ സല്ലാപ മാധുര്യ വിനിർഭർസിത കച്ചബി. കച്ചബി എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ വീണ. ആമയുടെ പുറം പോലെയുള്ള വീണയുടെ കുടം പോലെ ഇരിക്കുന്ന, അതായത് വീണയുടെ ഷേപ്പ് നമ്മൾ തിരിച്ചു വച്ചാല് ആ വീണയൊക്കെ തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ള വാഗ്ധോരണിയോട് കൂടിയതാണ് ദേവിയുടെ ശബ്ദം എന്നർത്ഥം. ഇതുവരെ സരസ്വതി എന്താ വിചാരിച്ചിരുന്നത്? തന്റെ വീണ മീട്ടി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേവി. ദേവി സന്തോഷത്തോടെ തലയാട്ടി ലളിതാദേവി കേട്ടുകൊണ്ടിരുന്നു. സരസ്വതി വിചാരിച്ചു
തനിക്ക് മേളിൽ വേറെ ആരും ഇല്ലെന്ന്. എന്നാ പാട്ട് കഴിഞ്ഞ് ദേവിയുടെ ആ ഒരു ശ്ലാഘനീയ വചനം കേട്ടപ്പോ ആ ഒരു എന്താ പറയാ, ആ രണ്ട് വാക്ക് അമ്മ പറഞ്ഞപ്പോ തന്നെ എന്താ പറയാ, ആ സാധുവചനം, അമ്മയുടെ തേനൂറുന്ന വാക്കുകള്, അയ്യോ ഇത്രയും നാള് എന്റേതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചല്ലോ എന്നോർത്ത് നാണിച്ച് തലകുനിച്ചു. തന്റെ പാട്ട് ഒന്നുമല്ല എന്ന് പറഞ്ഞ് വീണ മൂടി വെച്ചു എന്ന് ശങ്കരാചാര്യ സ്വാമിയുടെ സൗന്ദര്യ ലഹരിയിൽ പറയുന്നുണ്ട്. സരസ്വതീ ദേവി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ, കാമേശ്വരന്റെ മനസ്സ് മുങ്ങിപ്പോയി എന്നർത്ഥം ഇല്ലേ, ഗോഡ് ഡ്രൗണ്ട്. ഏതില് ഭഗവതി എന്താ ഒരു ഭഗവതി ഒരു മന്ദസ്മിതത്തിൽ, ഏതിലാണ് ഭഗവാൻ മുങ്ങിപ്പോയത്? അമ്മയുടെ ഒരു മന്ദസ്മിതത്തിൽ അല്ലെ. അപ്പോ ശവമായി കിടന്നിരുന്ന ശിവൻ ഈ ചിരി കണ്ട് അതിൽ മയങ്ങി ഈ ജഗത് സൃഷ്ടി തുടങ്ങാൻ ദേവിയോട് കൂടി ചേർന്നു എന്നർത്ഥം. അത്രയ്ക്ക് വശ്യമായ പുഞ്ചിരി, പ്രപഞ്ച ആ ഒരു സൃഷ്ടാവിനെ പോലും ഭ്രമിപ്പിക്കാൻ പറ്റിയ പുഞ്ചിരിയോട് കൂടിയവളാണ് ദേവി. അപ്പോ ശിവന് ചലനമില്ലാതെ അചലമായിട്ട് മലയായിട്ടിരുന്ന ശിവൻ അനങ്ങിയത് എപ്പോഴാ? ഈ മന്ദസ്മിതം കൊണ്ടാണ്. അനാകലിത സാദൃശ്യ ചിമ്പുക ശ്രീ വിരാജിത. ചിബുകം എന്ന് പറഞ്ഞാല് അനാകലിത സാദൃശ്യ. വാഗ്ദേവികൾ ഇനി എന്തൊക്കെ വർണ്ണിച്ചാലും ഇതിന് സമമായിട്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം അനാകലിതം എന്ന് പറഞ്ഞാല് നോട്ട് കമ്പയറബിൾ, ഒന്നുമായിട്ടും സാദൃശ്യപ്പെടുത്താൻ സാധിക്കാത്തത്. അതായത് അത്രമാത്രം അഴകുള്ള മുഖത്തോട് കൂടിയവൾ അമ്മ. അമ്മയുടെ മുഖം കണ്ണാടി, അതിൽ മുഖം നോക്കുന്ന ആൾ ശിവകാമേശ്വരനാണ്. ആ അഹം എവിടെയാണ് കാണുന്നത്? അമ്മയുടെ മുഖത്തില്. ശിവന്റെ മനസ്സ് അമ്മയുടെ മുഖമാകുന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നതാണ് കാണുന്നത് നമ്മൾ അല്ലെ. ആ കണ്ണാടിയിൽ ഒരു ഹാൻഡിൽ വേണം, അതാണ് അമ്മയുടെ താടിയല്ല് എന്ന് സൗന്ദര്യ ലഹരിയിൽ പറയുന്നുണ്ട്. കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര, കാമേശ്വരൻ കെട്ടിയ തിരുമംഗല്യത്താലി കൊണ്ട് ശോഭിക്കുന്ന കഴുത്തോട് കൂടിയവൾ. അമ്മയുടെ തിരുക്കഴുത്തിന്റെ ശോഭ മാത്രമല്ല, കാമേശ്വരൻ കെട്ടിയ മംഗല്യത്താലിയും പ്രകാശമാനമായിട്ടിരിക്കുന്നു. ശിവൻ എന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപൻ അല്ലെ. അപ്പോ ഈ ഒരു കനകാംഗത കേയൂര കമനീയ ഭുജാന്യത, സ്വർണമയമായിരിക്കുന്ന തോൾവളകൾ ധരിച്ചവൾ. കേയൂരം എന്ന് പറഞ്ഞാൽ തോൾവളകൾ, മഹാരാജ്ഞിമാർ ധരിക്കുന്നതാണ് കനക കേയൂരം അല്ലെ. അങ്ങനെ പ്രകാശമാനമായിരിക്കുന്ന തോളോടുകൂടി പ്രകാശിക്കുന്നവൾ. രത്നഗ്രൈവേക ചിന്താകലോല മുക്താഫലാന്വിത. ഗ്രീവം എന്ന് പറഞ്ഞാല് കഴുത്ത്. സുഗ്രീവൻ എന്നാൽ എന്താ? അഴകായ കഴുത്തോട് കൂടിയവൻ, നന്നായിട്ട് സംസാരിക്കുന്നവൻ അല്ലെ. കഴുത്തിൽ അണിയുന്ന ആഭരണമാണ് ഗ്രൈവേയം. രത്നഗ്രൈവേയം, രത്നമണിമാലയില് ലോലാക്ക് ആടുന്ന മുത്തുമണികൾ ആടിക്കൊണ്ടേയിരിക്കണു. ആ ഒരു എന്താ പറയാ, അമ്മയാണ് നമുക്ക് മുക്തി തരുന്നത്. മുത്തം എന്ന് പറഞ്ഞാൽ എന്താ? മുക്തി എന്നർത്ഥമുണ്ട്. കാരണം ഏത് ഈശ്വര സങ്കല്പത്തിലും ബാഹ്യമായ ആഭരണ വർണ്ണനയില് മുത്തുമാല ധരിച്ചിരിക്കുന്ന കാരണം കാണാം നമുക്ക്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ് അല്ലെ. നമുക്ക് എപ്പോഴും ഇവിടെ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ മാണിക്യമോ മരതകമോ ഒന്നുമല്ല, മുത്താണ് തണുപ്പ് തരുന്നത്. മാത്രമല്ല ഞങ്ങൾ അറിയാതെ ചെയ്ത പ്രവർത്തികൾക്ക് അതായത് കോപതാപങ്ങൾ ഉണ്ടായാല് അത് ക്ഷമിച്ച് മുക്തിയെ തരുന്ന അല്ലയോ അമ്മ. മാത്രമല്ല ഒരു ആർദ്ര നക്ഷത്രത്തിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ജലം അനേക വർഷത്തെ തപസ്സിന് ശേഷം അത് മുത്തായിട്ട് പുറത്തു വരണമെന്ന് പറയാറുണ്ട്. ഈ ദേവി ഒരു ദേഹി അനേക ജന്മങ്ങളിലെ ഉപാസനയിലൂടെ നേടുന്ന ഈ മുക്തപദം, അതായത് ദേവിയുടെ കഴുത്തില് അണിഞ്ഞിരിക്കുന്ന മാലയില് ഒരു മുക്തായിട്ട് തീരുന്നു. അമ്മ മോക്ഷപദം കൊടുത്തു എന്നർത്ഥം. ദേവിയുടെ പാദപത്മത്തില് എത്തണമെങ്കിൽ എന്ത് വേണം? അനേക ജന്മത്തെ ദേവി ഉപാസന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അമ്മയുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. കാമേശ പ്രേമരത്ന മണി പ്രതിപണസ്തനി, ദേവിയുടെ വക്ഷോരുഹങ്ങള്, കാമേശ്വരന്റെ സ്നേഹം, ആഗ്രഹം ആണ് ഈ പ്രപഞ്ചത്തെ, അതായത് ഇവിടെയുള്ള എല്ലാ സമസ്ത ജീവനുകളെയും ഉണ്ടാക്കി ഗതിമോക്ഷങ്ങളെ കൊടുക്കുന്നത് എന്നർത്ഥം. ആ സ്നേഹത്തിന് തന്റെ ആ ഒരു എന്താ പറയാ, അംഗമായി മാറിയ സ്തനങ്ങളെ നമസ്കരിക്കുന്നു. നാഭ്യാലവാല രോമാളി ലതാബല കുജദ്വയി, ദേവിയുടെ നാഭിയിൽ നിന്ന് ആ സമുദ്രത്തിൽ നിന്ന് തുടങ്ങിയ രോമാവലി. ലത എന്ന് പറഞ്ഞാൽ വള്ളി. ആ വള്ളിയിലെ രണ്ട് പഴങ്ങളാണ് അമ്മയുടെ വക്ഷോരുഹങ്ങള് അല്ലെ. ഈ രോമാവലിയാണ് നമ്മൾ ഊഹിക്കുന്ന അമ്മയുടെ മധ്യഭാഗം. അതായത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ അനുമാനിക്കുന്നു. കാരണം ഈ രോമാവലി കണ്ടതുകൊണ്ട് മാത്രം. ലക്ഷ്യരോമ ലതാധാര താസമുന്നേയ മധ്യമ, ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയവൾ. കാരണം ആർക്കും കാണാൻ സാധ്യമല്ല.
ഈ രോമാവലി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ അതാണെന്നും വിചാരിക്കുന്നു. ഒതുങ്ങിയ അരക്കെട്ടോട് കൂടിയ ദേവി, സ്തനഭാര ദളന്മധ്യ ദളന്മധ്യ പട്ടബന്ധ വലിത്രയ. ഉത്തമ സ്ത്രീകൾക്ക് സാമുദ്രിക ലക്ഷണം അനുസരിച്ച് കഴുത്തിന്റെ മധ്യഭാഗത്ത് 3 വരകളുണ്ട്. ഈ 3 വരകള്, അതായത് വലിത്രയങ്ങൾ, ദേവിയുടെ ഇടുപ്പ് പൊട്ടിപ്പോകാതെ മന്മഥൻ കെട്ടിവെച്ച കയറുകളാണോ ഈ 3 വരകളെന്ന് തോന്നും. അരുണാരുണ കൗസുംബ വസ്ത്രഭാസ്വത് കടീതടി. അമ്മ സിന്ദൂരാരുണ വിഗ്രഹമാണ് അല്ലെ, അണിഞ്ഞിരിക്കുന്ന ആ ഒരു കുസുംബ മലരിന്റെ നിറമുള്ള വസ്ത്രങ്ങള്. ആ അരുണ 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 എന്നാണ് എപ്പോഴും പറയുന്നത്. ചുവന്ന വസ്ത്രങ്ങളാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. ചെമ്പട്ടണിഞ്ഞവൾ, അതായത് അമ്മയുടെ നിറം ഉദയസൂര്യന്റെയാണ്. അമ്മ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങള് ചുവന്ന വസ്ത്രങ്ങളാണ്. രത്നകിങ്കിണി കാരമ്യ ദശനാദാമഭൂഷിത. അമ്മ ഒഡ്യാണം അണിഞ്ഞിരിക്കുന്നു അല്ലെ. ദാമം എന്ന് പറഞ്ഞാൽ ഇടുപ്പിൽ കെട്ടിയിരിക്കുന്ന കയർ, ഇടുപ്പിൽ അണിയുന്നത്. ഇപ്പൊ കൃഷ്ണന് ദാമോദരൻ എന്നൊരു പേരുണ്ട് അല്ലെ. ദാമ ഉദരത്തിൽ കെട്ടിയത്, അതായത് ഉരല് ഉദരത്തിൽ കെട്ടിയവൻ. അമ്മയുടെ ഇടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇടുപ്പ് ഒതുങ്ങിയ അരക്കെട്ടിലെ ഒഡ്യാണം അണിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിലെ മുത്തുക്കള് കിങ്കിണി എന്ന ശബ്ദം അനങ്ങുമ്പോ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത. മൃദുവായ അഴകായ ഊരുകൾ, അതായത് തുടകൾ, ഊരുഹസ്തം, തുടയില് വച്ച കൈകള്. വെങ്കടേശ്വര സ്വാമി അങ്ങനെയാണ് അല്ലെ, ഊരുഹസ്തമാണ്. ദേവിയുടെ ഊരുകൾ കാമേശ്വരന് മാത്രം കാണാൻ പറ്റുന്ന അഴകും മൃദുത്വവും, ഭഗവാന് മാത്രം കാണാൻ ഭാഗ്യമുള്ളത് എന്നർത്ഥം. മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത. മകുടം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാല് മുകുടം എന്നാലും ശരി, കാൽമുട്ടുകൾ ജാനുദ്വയം, മാണിക്യം വച്ചതുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. ഇന്ദ്രഗോവ പരീക്ഷിപ്ത സ്മര തൂണാപജംഘിക. സ്മരൻ എന്ന് പറഞ്ഞാൽ മന്മഥൻ. അപ്പൊ കയ്യില് പൂവമ്പുകൾ വെച്ച മന്മഥൻ ഈ അമ്പുകൾ ഇടുന്ന തൂണീരമാണോ എന്ന് തോന്നും. തന്റെ പുറകിൽ തൂക്കിയിരിക്കും തൂണീരം അല്ലെ, അതിൽ നിന്നാണ് അമ്പെടുക്കുന്നത്. ജംഘിക എന്ന് പറഞ്ഞാല് ജംഗമം എന്ന് പറഞ്ഞാല് നടക്കുന്നത് എന്നർത്ഥം. മന്മഥൻ ഈ ആവനാഴിയെ അമ്മയുടെ ആ ഒരു ജംഗമത്തിലാണ് വച്ചിരിക്കുന്നത്. ജംഗമ സ്വത്ത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ, പ്രമാണങ്ങളിൽ നമ്മൾ പറയാറുണ്ട് സ്ഥാവര ജംഗമങ്ങളെന്ന്. മൂവബിൾ പ്രോപ്പർട്ടി അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞ എനിത്തിങ് ദാറ്റ് ക്യാൻ മൂവ്, അല്ലെങ്കിൽ ലോക്കോമോട്ടീവ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ജംഘം എന്ന് പറയുന്നത്. ഇവിടെ ജംഘിക എന്നാല് കാൽമുട്ടിന് താഴെ, അതായത് ഈ കാഫ് മസിൽസ്, അതാണ് ജംഘം. ഇതാണ് നമ്മളെ നടക്കാൻ സഹായിക്കുന്നത്. ഇതിന്റെ മുകളില് വലത് താഴോട്ട് കുറുകി വരും. അപ്പൊ കണ്ടാൽ മന്മഥന്റെ തൂണീരം പോലെ തോന്നും. മന്മഥന്റെ 2 തൂണീരങ്ങൾ അമ്മയുടെ അടുത്തിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പൊ സൗന്ദര്യ ലഹരി മുഴുവനും ലളിതാ സഹസ്രനാമം പോലെ അമ്മയുടെ സൗന്ദര്യ വർണ്ണനയാണെന്ന് നമുക്ക് പറയാം. ആദ്യത്തെ ദേവിയുടെ ആ ഒരു ബാഹ്യ വർണ്ണന. ഇതിൽ പറയുന്ന അമ്മയുടെ ജംഘികയാകുന്ന തൂണീരത്തിലെ മന്മഥന്റെ 5 അമ്പുകൾ കിടക്കുന്നു. അപ്പോ എന്താണ്, സാധാരണ അമ്പിന്റെ എന്താ പറയാ, അറ്റം എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയുള്ളതാണ് അല്ലെ, വളരെ ഷാർപ്പാണ്. അപ്പോ ആ ഒരു അറ്റം അകത്തും മൂർച്ച ഇല്ലാത്തത് പുറത്തുമാണ് ഇരിക്കുന്നത്. കാരണം വില്ലിൽ ഞാൻ തൊടുക്കുമ്പോൾ കൈകൊണ്ട് അമ്പ് വലിച്ചെടുക്കുമ്പോൾ മുറിയാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ഇടുന്നത്. ഇവിടെയാണെങ്കിലോ അമ്മയുടെ പാദങ്ങളിലെ നഖങ്ങളിൽ നിന്ന് അതിന്റെ ആ ഒരു ഷാർപ്പ് എൻഡ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് ചാണയിൽ വെച്ച് മൂർച്ച കൂട്ടുന്നത്? അത് ദേവിയെ നമസ്കരിക്കുമ്പോൾ എത്തുന്ന ആ ഒരു ബ്രഹ്മാദികളുടെ കിരീടത്തിലെ രത്നങ്ങളില് ഉരസി സദാ മൂർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്ന് ശങ്കരാചാര്യ സ്വാമികള് സൗന്ദര്യലഹരി പറയുന്നുണ്ട്. ഇന്ദ്രഗോപം പോലെയുള്ള ജംഘത്തോടു കൂടിയിരിക്കുന്ന ദേവി ഗൂഢഗുൽഫ കൂർമ്മപ്രഷ്ട ജയഷ്ണു പ്രപദാന്യുത. അമ്മയുടെ പ്രപദ എന്ന് പറഞ്ഞാല് പുറങ്കാൽ പകുതി ആമയുടെ മുതുകുപോലെ ഇരിക്കുന്നു. നഖദീദിതി സംഛന്ന നമജ്ജന തമോ ഗുണ. അമ്മയുടെ കാലില് ചിലര് സദാ വന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് അമ്മ അത്? അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് തമോ ഗുണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അമ്മയുടെ പാദത്തിൽ വന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുന്നത്? സാക്ഷാൽ ത്രിമൂർത്തികൾ അല്ലെ. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാര്, ഇന്ദ്രൻ, ദേവാദിദേവകള് എല്ലാവരും അമ്മയെ വന്ന് നമസ്കരിക്കാൻ എത്താറുണ്ട്. അവര് എന്താ പറയാ, ആരാണ് മുമ്പിലെന്ന് നോക്കിയിട്ടാണ് അവർ വന്ന് നമസ്കരിക്കുന്നത്. വലിയ ലിസ്റ്റാണിത്. ഇവർക്കെല്ലാം തമോ ഗുണം ഉണ്ടായിരുന്നു, എന്നാൽ ഇവർക്ക് അജ്ഞാനം ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ ഈ അജ്ഞാനമാകുന്ന തമസിനെ, ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതാണ് ആ വിരലുകളിലെ നഖങ്ങളുടെ പ്രകാശം. അപ്പൊ കാൽനഖം
മന്മഥന്റെ അമ്പ് ആ വെളിച്ചം, അതായത് താമസ ഗുണത്തെ ഇല്ലാതാക്കുന്നു. അപ്പൊ ഈ പദദ്വയങ്ങള് അമ്മയുടെ തൃപ്പാദങ്ങള് മനസ്സിൽ കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ ആ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ, പ്രകാശമാനമായിരിക്കുന്ന ഈ തൃപ്പാദങ്ങളെ രണ്ട് താമരകളിലായി ഇരിക്കുന്നു എന്നർത്ഥം. പാദങ്ങൾ, അതായത് അമ്മയുടെ ആ താമര പോലെ ഇരിക്കുന്ന പാദങ്ങള് അമ്മ വച്ചിരിക്കുന്നതോ താമരയില്, അല്ലെ? എന്നും നമസ്കരിക്കാൻ ഭാഗ്യം ചെയ്തവൻ. ശങ്കരാചാര്യ സ്വാമികൾ ഈ പാദങ്ങളെ പറ്റി പറയാറുണ്ട്. അമ്മ, ഈ പാദങ്ങളെ എങ്ങനെയാണ് താമര എന്ന് പറയുന്നത്? പറ്റില്ല. കാരണം സൂര്യൻ വരുമ്പോഴേ ഇത് വിടരുകയുള്ളൂ. തണുപ്പ് വരുമ്പോ കൂമ്പിപ്പോവും. അമ്മ അവിടുന്ന് ഹിമവാന്റെ പുത്രിയല്ലേ, അവിടെ സദാ തണുപ്പാണ്. വിവാഹം കഴിഞ്ഞ് വന്നത് കൈലാസത്തിലാണ്, അവിടെയും തണുപ്പാണ്. മാനസരോവരത്തിൽ സദാ തണുപ്പാണ്, അവിടെ പകലും രാത്രിയും തണുപ്പാണ്. അപ്പൊ അവിടെ താമസിക്കുന്ന അമ്മയുടെ പാദങ്ങള് സദാ വെളിച്ചത്തിലിരിക്കുന്നു, സദാ കൂമ്പാതെ. അത് എന്താ, വിടർന്നു തന്നെ ഇരിക്കണു. എത്ര മണിയായാലും, അതായത് 24x7 ഏത് നേരത്തിലും കൂമ്പാതെ വന്ന് നമസ്കരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവൾ. അതിനെ സാധാരണ താമരയായിട്ട് കാണാൻ പറ്റില്ല. എന്ത് മനോഹരമായിരിക്കുന്ന വർണ്ണനയാണ്. നമ്മൾ സാധാരണഗതിയിൽ ശാക്തേയ ഉപാസകര് ദേവിയുടെ പാദങ്ങളെ മാത്രം സ്മരിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. കാരണം അത്ര മനോഹരമായിരിക്കുന്ന ആ പാദങ്ങളില് അമ്മയുടെ നഖങ്ങള് എല്ലാ ഗുണങ്ങളെയും അതിക്രമിച്ച് ആ തുരീയാവസ്ഥയിലെത്താനായിട്ട് ദേവിയുടെ പാദങ്ങളെ സദാ സ്മരിക്കുന്നവർക്ക് സാധിക്കും എന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് ശ്രീജ്ഞാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ, ഇങ്ങനെ ചെറിയ ശബ്ദങ്ങളുള്ള ചിലങ്ക അണിഞ്ഞിരിക്കുന്ന ആ തൃപ്പാദങ്ങളില്, പദാംബുജം ആ താമരപ്പൂ പാദങ്ങളില്, അംബുജത്താഴ്ന്ന് അഭിരാമി പട്ടര് പാടാറുണ്ട്. ദേവിയുടെ മുഖം, ദേവിയുടെ കൈകള്, അല്ലെ, താമര പാദങ്ങള്, താമര എല്ലാം ദേവിയെ ഒരു താമര എന്ന് അഭിരാമി പട്ടര് പറയാറുണ്ട്. ഇപ്പൊ മരാളി മന്ദഗമന, ദേവി നടക്കുന്നതോ ഹംസത്തെ പോലെ മന്ദം മന്ദമായിട്ട് ദേവി നടക്കണു. ദേവിക്ക് ഹംസേശ്വരി എന്നൊരു പേരുമുണ്ട്. ഹംസേശ്വരനായ കാമേശ്വരനും ഹംസേശ്വരിയായിരിക്കുന്ന ദേവിയും മാനസരോവരത്തിൽ നീന്തി തുടിച്ചുവെന്നും, ഈ രണ്ട് ഹംസങ്ങള് ഭക്തരുടെ മനസ്സാകുന്ന മാനസ സരോവരത്തില് ഹംസേശ്വരിയും ഹംസേശ്വരനുമായിട്ട്, അതായത് അവര് നീന്തി കളിക്കുന്നു എന്ന് പറയാറുണ്ട്. ശ്രീവിദ്യാ തന്ത്രത്തില് ആഴമായ അർത്ഥങ്ങളുണ്ട് ഇതിന്. നമ്മൾക്ക് ഇപ്പോ വേണ്ട അർത്ഥം എന്താ പറയാ, പാലും വെള്ളവും ചേർന്നിരുന്നാല് പാലെടുത്ത് വെള്ളത്തെ കളയുന്നവയാണ് ഹംസങ്ങൾ എന്ന് പറയാറുണ്ട്, അല്ലെ? നല്ലതും ചീത്തയും ചേർന്നിരുന്നാല് നല്ലതിനെ എടുത്ത് ചീത്തയെ തള്ളിക്കളയുന്ന മനസ്സിന്റെ ശക്തിയാണ് നമ്മള് ഹംസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനും സരസ്വതിക്കും ഹംസം വാഹനമായിട്ടിരിക്കുന്നത്. വിദ്യ, ജ്ഞാനം, അറിവ്. എന്നാൽ ലോകത്തില് ഇത് മൂന്നും നമുക്ക് തരുന്നത് എന്താണ്? ലോകത്തില് നന്മയും തിന്മയും, നെഗറ്റീവ് പോസിറ്റീവ്, ഇരുട്ടും വെളിച്ചവും, ഇല്ലേ? ഇപ്പൊ രണ്ട് പോളാരിറ്റീസ് ഉണ്ടാവും. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതാണ്, നല്ലതും ചീത്തയും, ഗുഡ് ആൻഡ് ബാഡ്, അല്ലെ? അറിവുള്ളത് കൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ എടുക്കണം. ഇവിടെ ദേവി ഹംസേശ്വരി മാനസരോവരമാകുന്ന നമ്മുടെ മനസ്സില് അവിടെ നന്മയുണ്ട്, തിന്മയും ഉണ്ട്. അമ്മ, കുഞ്ഞുങ്ങള് ശുദ്ധഹൃദയരാണ്. നന്മ മാത്രം കാണുന്ന പോലെ എനിക്കും അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നന്മയെ സ്വീകരിക്കാൻ അനുഗ്രഹിക്കണം. അപ്പം എന്താ പറയാ, ആ അമ്മ തരുന്ന അനുഗ്രഹം, ഈ ചോദിക്കുന്നവർക്കെല്ലാം അമ്മ അനുഗ്രഹം കൊടുക്കാറുണ്ട്, അല്ലെ? അമ്മയോട് കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ ഈ അമ്മ തരുന്ന അനുഗ്രഹം എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തരും, അല്ലെ എന്നാണ് ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദേവിയോട്. മരാളി മന്ദഗമന, മന്ദമായിട്ട് നടക്കുന്നവൾ. അന്നനട, വളരെ ഒതുങ്ങി ദേവി നടക്കാറുള്ളൂ. അതായത് അന്നനട എന്ന് പറഞ്ഞാൽ അന്നങ്ങൾ എങ്ങനെയാ നടക്കുന്നത്? വളരെ പതുക്കെ ഒതുങ്ങിയാണ് നടക്കുന്നത്, അല്ലെ? കുലസ്ത്രീകള് എങ്ങനെയാ? വളരെ പതുക്കെ ആണ് നടന്നു പോകുന്നത്. മഹാലാവണ്യ ശേവതി, എല്ലാ അഴകുകളും ഒന്നായിട്ട് ചേർന്നവൾ. ആ ഒരു സർവജ്ഞ, സർവാരുണ, സർവവും അരുണ നിറത്തിൽ തിളങ്ങുന്നവൾ. അനവദ്യാംഗി, യാതൊരു കുറവുമില്ലാത്ത അംഗങ്ങളോട് കൂടിയവൾ. സർവാഭരണ ഭൂഷിത, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞവൾ. ഇവിടെ സ്വർണമെന്ന് മാത്രമല്ല, എല്ലാ ഗുണങ്ങളെയും ആഭരണങ്ങളായിട്ടാണ് അമ്മ അണിഞ്ഞിരിക്കുന്നത്. കാരണം നിർഗുണമായിരിക്കുന്ന ശക്തി നമുക്ക് വേണ്ടി സഗുണമായിട്ട് ഇറങ്ങി വന്ന് സകല ഗുണങ്ങളെയും ആഭരണമായി ധരിച്ചിരിക്കുന്നു. ദേവി ശിവ കാമേശ്വരംഗസ്ഥയാണ്, ശിവ സ്വാധീന വല്ലഭയാണ്, അല്ലെ? അമ്മ എവിടെയാ താമസിക്കുന്നത്? അമ്മ എന്തിനാണ് ആവിർഭൂതയായത്? എവിടെയാണ് ആവിർഭൂതയായത് എന്നൊക്കെ നമ്മൾ അറിയണം, അല്ലെ? നമ്മൾ ചോദിക്കാറുണ്ട്, അമ്മ എവിടെ നിന്നാ വന്നത്? ഈ ലളിതാ സഹസ്രനാമത്തില് ആദ്യം നമ്മൾ ഇതുവരെ കേട്ടത് അമ്മയുടെ സ്ഥൂല വർണ്ണനയാണ്.
എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ 1000 നാമങ്ങള് ഒരു പ്രത്യേക രീതിയിലാണ് വാഗ്ദേവതകൾ ചേർത്ത് വച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് കാണണം. അതായത് 5 ഗ്രൂപ്പായിട്ട് കാണാം. എന്നാൽ ദേവിയുടെ ഒരു തിരുനാമം 5 ജോലികൾ ചെയ്യുന്ന ദേവിക്ക് പഞ്ചകൃത്യപരായണ എന്ന് പേര്. എന്തൊക്കെയാണ്? സൃഷ്ടികർത്തി ബ്രഹ്മരൂപ, ഗോപ്ത്രി ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി, സദാശിവ, അനുഗ്രഹത. ഈ രീതിയിൽ നമുക്ക് ഈ സഹസ്രനാമത്തെ 5 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഈ ജഗത്ത് നടക്കുന്നതിന് 5 പ്രവർത്തികൾ വേണം, ഇല്ലേ? ഇപ്പൊ ത്രിമൂർത്തികൾക്ക് 3 തൊഴിലുകൾ ചെയ്യുന്നു എന്ന് പറയുമെങ്കിലും പഞ്ചകൃത്യങ്ങളാണ് ഈ ജഗത്തില് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. സാധാരണ ജനങ്ങൾക്കാണ് 3 പറയുന്നത്, അല്ലെ? കാണാനും ഗ്രഹിക്കുവാനും പറ്റുന്നത് എന്താ പറയാ 3 മാത്രമാണ്: സൃഷ്ടി, സ്ഥിതി, സംഹാരം. അവസാനത്തെ രണ്ട് ജോലികള് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അപ്പുറം നടക്കുന്നതാണ്. അപ്പോ അത് കാണാനോ അറിയാനോ സാധ്യമല്ല. അതുകൊണ്ട് ശ്രീവിദ്യ ഉപാസകർക്ക് മാത്രമേ ഈ പഞ്ചകൃത്യങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ജഗത് വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താ? പുനരഭി ജനനം, പുനരഭി മരണം. ഇതിനെയാണ്, അല്ലെ? ദർ ഇസ് എ സൈക്കിൾ. വന്ന ജീവൻ കുറച്ചു കാലം കഴിഞ്ഞ് ശരീരം ഉപേക്ഷിക്കുന്നു, പിന്നെ വേറൊരു ശരീരം എടുത്തു വരുന്നു. ഇതിനെയാണ് നമ്മൾ ജഗത് വ്യാപാരം എന്ന് പറയുന്നത്. വ്യാപാരം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ മലയാളത്തിൽ കച്ചവടം എന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ ഇത് നടക്കുന്നതിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം, ഇല്ലേ? അത് നമ്മൾ ആദ്യം അറിയണം. അതായത് ആദ്യം എന്താ വേണ്ടത്? ഒരു ജീവനെ സൃഷ്ടിക്കണം, ഇല്ലേ? ഈ ജീവൻ ഈ ജഗത്തിൽ വന്ന് സ്ഥിതി ചെയ്യണം, അതിനെ രക്ഷിക്കണം, പിന്നെ അത് ഈ ജഗത്തിൽ നിന്ന് നീക്കപ്പെടണം. അതിനെയാണ് നമ്മൾ സംഹാരം. അപ്പോ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ശരിക്കും സംഹാരം എന്നത് ഇല്ലാതാക്കലല്ല. ശരിക്കും പറഞ്ഞാല് ആ ജീവനെ മാറ്റപ്പെടുക. അതായത് ദാറ്റ് ജീവൻ ഈസ് ട്രാൻസ്ഫോം ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ അനദർ ഫോം. അതായത് അത്രയേ ഉള്ളൂ. കാരണം ഈ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റപ്പെടുന്നു. അല്ലാതെ എന്താ പറയാ ഒരിക്കലും ഇല്ലാതായിട്ട് തീരുന്നില്ല. അർജുനൻ ഭഗവാനോട് യുദ്ധസ്ഥലമായിരിക്കുന്ന കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം ചെയ്യാൻ മടിച്ചത് എന്താ? അവർ തന്റെ ബന്ധുക്കളായതുകൊണ്ട് മാത്രമല്ല, അവരുടെ ജീവനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ എന്ത് നേടിയാലും എനിക്ക് ദുഃഖമാണെന്ന് പറഞ്ഞിട്ടായിരുന്നു, അല്ലേ? അപ്പൊ ഈ ബന്ധുക്കളെ ഇല്ലാതെ ഞാൻ എന്തിനാണ് ഈ ഒറ്റയ്ക്ക് ഈ രാജ്യം ഭരിക്കുന്നതെന്നാണ് കൃഷ്ണനോട് ചോദിച്ചത്. അപ്പൊ ഭഗവാൻ എന്താ മറുപടി പറഞ്ഞത്? നീ ഇല്ലാതാക്കിയില്ലെങ്കിലും ഈ പറഞ്ഞവരെല്ലാം തന്നെ ഇവരുടെ ശരീരം ഇല്ലാതാകും. അത് നിശ്ചയമാണ്, അല്ലേ? അത് പ്രകൃതിയുടെ നിശ്ചയമാണ്, എന്റെ നിശ്ചയമാണ്. നീ ഒരു ആയുധം മാത്രമാണ്, നീ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് അർജുന. ഈ ശരീരം ഇല്ലാതാകും. അപ്പൊ ഡിസ്ട്രക്ഷൻ അല്ല അവിടെ വരുന്നത്. എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണ്, അല്ലെ? ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മുഴുവനും ഒന്നും അവശേഷിക്കാതെ ഇല്ലാതാകുന്നതിനാണ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധ്യമല്ല. അപ്പൊ ക്രിയേഷൻ, മെയിൻ്റനൻസ്, പിന്നെന്താ? ട്രാൻസ്ഫോർമേഷൻ. ഇത് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് എന്താണ്? ഈ എന്താ പറയാ പേര് തന്നെ നമുക്ക് ഡിസ്ട്രക്ഷൻ എന്നുള്ളത് മാറ്റണം, ഇത് ഇല്ലാതാക്കണം. അപ്പൊ അതായത് അതിനെ പൊട്ടിച്ച് തീയിലിട്ട് ഉരുക്കി അതിന്റെ ഷേപ്പ് മാറ്റാം, ഇല്ലേ? സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഒരു സ്വർണത്തെ മാറ്റണം, ഇല്ലെ? അതിനെ ഉരുക്കണം, അല്ലെ? അതിന്റെ ഷേപ്പ് മാറ്റാം, ഇല്ലേ? ഇതിനെ നമുക്ക് എന്താ പറയാ ഇതിന്റെ ഒരു അതിന്റെ കെമിക്കൽസ് ഒക്കെ കാറ്റിൽ തങ്ങി നിൽക്കും. പക്ഷെ ഇതിലെ ആറ്റംസിനെ നമുക്ക് വേറെ എന്തോ ഒന്നാക്കി മാറ്റാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട്. അപ്പോ എന്താ പറയാ പണ്ടേ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ് മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്നല്ലേ? ഫിസിക്സ് തിയറിയാണത്. അപ്പോ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. ഇത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതും. ആ ശരീരം അങ്ങനെ ഇരിക്കില്ല, വേറെ ഏതോ ഒരു മോളിക്കുലർ ട്രാൻസ്ഫോർമേഷൻ നടക്കും, അതിന്റെ രൂപം മാറും. കാരണം അത് ആറ്റംസും മോളിക്യൂൾസുമായിട്ട് കാറ്റിലും അഗ്നിയിലും ഭൂമിയിലും ജലത്തിലും കളരും. അതിന് നാശമില്ല. ഇപ്പൊ 3 കാര്യങ്ങൾ നടന്നില്ലേ? സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കല്, സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ പറയാ മാറ്റപ്പെടൽ, സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ പറയാ കാത്ത് സംരക്ഷിക്കൽ, പിന്നെ മാറ്റപ്പെടൽ. ഈ 3 നടക്കണമെങ്കിൽ ഇതിലും പ്രധാനപ്പെട്ട വേറൊരെണ്ണം നടക്കണം. എന്താണത്? എല്ലാറ്റിനും ആധാരമായിട്ട് ഒന്ന് നടക്കണം. എന്ത്? അത് മനുഷ്യനറിയില്ല, മനുഷ്യൻ അറിയാനും സാധ്യമല്ല. കാരണം അത് കാണാൻ പറ്റില്ല. ദേവി അതിനെ മറയ്ക്കുന്നു, അല്ലെ? കാരണം അത് അറിഞ്ഞാല് മനുഷ്യ ബുദ്ധിക്ക് താങ്ങാൻ പറ്റില്ല, അത് ആപത്തായിട്ട് മാറും. അതിനെയാണ് നമ്മൾ തിരോഭാവം, തിരോധാനം, മറയ്ക്കുക.
ഇപ്പൊ തിരോധാനം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമ്പോൾ പറയും മറഞ്ഞിരിക്കുക അല്ലെ, കാണാനില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്താ കാണാൻ പറ്റാത്തത്? നമ്മുടെ ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും അത് കാണാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അതിനെയാണ് തിരോധാനം എന്ന് പറയുന്നത്. ഇപ്പൊ മായ കണ്ണിനെ മറയ്ക്കണു. ഇപ്പൊ ലോകമായിട്ടിരുന്ന് എല്ലാറ്റിനെയും മറയ്ക്കണു. ഒന്ന് ചിന്തിച്ചാലും നമ്മൾ ചിന്തിച്ചാല് നാം ഓരോരുത്തരും രാവിലെ എണീറ്റ് ഇന്നത് ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അവിടെ അവിടെ ഓടി ഇവിടെ ഓടി അല്ലെ, 18 മണിക്കൂറും ജോലി ചെയ്തു, രാത്രി താൻ ഇത്രയൊക്കെ ചെയ്തു എന്ന് അഭിമാനിക്കണം. ഇന്ന് ചെയ്തതിന്റെ ഇരട്ടി നാളെ നേടി അല്ലെ, എന്തൊക്കെയോ പിടിച്ചടക്കുന്നു അല്ലെ. അതിനെല്ലാം നമുക്ക് ചിന്തിച്ചു നോക്കിയാല് ശാശ്വതമാണോ? ഈ ഓട്ടങ്ങളെല്ലാം തന്നെ എന്തൊക്കെയോ നേടിയെടുക്കാനല്ലേ, എന്തൊക്കെയോ നേടിയെടുക്കുന്നു നമുക്ക് തോന്നണു അല്ലെ. അത് നമുക്ക് തന്നിരിക്കുന്നത് തന്നെയാണ്. എന്താണ്? മറയ്ക്കൽ അഥവാ തിരോധാനം. നമ്മൾ വിചാരിക്കണു നമ്മൾ എന്തൊക്കെയോ നേടി. കാരണം എന്താ? ഓരോ ജീവനും അറിയാം വാട്ട് ഈസ് പെർമനന്റ് ഇൻ ലൈഫ് എന്ന്. പെർമനന്റ് ഇൻ ലൈഫ് ഈസ് ദാറ്റ് ദ സെയിം ലൈഫ് വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. പെർമനന്റ് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു സത്യം എന്താ? ഒരിക്കലും ഇതൊന്നും നിലനിൽക്കില്ല അല്ലെ. അപ്പോ ദ ഓൺലി പെർമനന്റ് ഫാക്ടർ ഈസ് എന്താ? ആ ഒരു സത്യവസ്തു എന്താ? നമ്മുടെ ശരീരത്തെ വിട്ടുപോകുന്നതാണ്. നമ്മളിനി എന്തൊക്കെ നേടിയാലും പെർമനന്റ് ആയിട്ട് ഇവിടെ ഒന്നുമില്ല അല്ലേ. ഇപ്പൊ വള്ളുവരോട് ചോദിച്ചു, ഈ ലോകത്തിന് ഭൂമിക്ക് എന്താണ് ഇത്ര വലിയ ഒരു അത്ഭുതം? അതായത് ഭൂമിയില് എന്താണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിച്ചു. അപ്പൊ തന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണോ, അതായത് ഉരുണ്ടിരിക്കുന്നതാണോ, 24 മണിക്കൂർ കൊണ്ട് ചുറ്റുന്നതാണോ? ഇതിനുള്ള മറുപടി വള്ളുവർ പറഞ്ഞത് എന്താണ്? ഇന്നലെ കണ്ടവർ ഇന്ന് ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന്. അപ്പോ വാട്ട് ഈസ് ഡെഫിനിറ്റ് എന്ന് ചോദിച്ചു. അതെ, ലൈഫ് ഈസ് നോട്ട് ഡെഫിനിറ്റ് എന്ന് പറയുന്നത് മാത്രമാണ് സത്യം. എന്താണ് ഇവിടെ സത്യമായിട്ടുള്ളത്, പെർമനന്റ് ആയിട്ടുള്ളത്? ഈ ജീവൻ ഇവിടെ പെർമനന്റ് അല്ല. അപ്പൊ പിന്നെ എന്താണ് ഇവിടുത്തെ സത്യം? എന്തും നടക്കുമെന്ന് പറയാൻ പറ്റാത്തത് തന്നെയാണ് മഹാത്ഭുതം. ഒരു കുട്ടി ജനിക്കണു, അത് നല്ലതായിട്ട് വളരുമോ, ചീത്തയാകുമോ, വിദ്വാനാകുമോ, വിഡ്ഢിയാകുമോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഒന്ന് ഉറപ്പായിട്ട് പറയാം, അവൻ ഒരു ദിവസം മരിക്കും അല്ലെ. അപ്പൊ ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ പെർമനന്റ് അല്ലാത്ത ഈ ശരീരം ഇവിടുന്ന് പോകുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അത് മാത്രമാണ് ഉറപ്പ്. അപ്പോ ജഗത് വ്യാപാരം എന്നത് പറഞ്ഞാൽ എന്താ? ജീവനുകൾ വന്ന് ഇവിടെ എന്തൊക്കെയോ കാട്ടി ഒടുവിൽ കടന്നു പോണു. അപ്പോ ഇത് മറച്ചു വെക്കുന്ന കർമ്മം ചെയ്യുന്നത് ആ മഹാമായ അംബിക പരാശക്തി അല്ലെ. ആ ജഗദംബികയാണ് ഈ കളിയെല്ലാം ഇവിടെ കളിക്കുന്നതെന്നർത്ഥം. അപ്പോ തിരോധാനം എന്ന് പറഞ്ഞാൽ എന്താ? അത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും മാത്രമല്ല, ഈ സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നവർക്കും ഉണ്ട്. അതായത് ബ്രഹ്മ വിഷ്ണു രുദ്രൻ ഇവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടെന്ന് അർത്ഥം. അപ്പോ ഇവർക്കും തിരോധാനമുണ്ട്. അത് വളരെ ഗഹനമായ വിഷയമാണ്. കാരണം മഹേശ്വരനും അഴിവുണ്ടെന്ന് പറയാറുണ്ട്. ഒരു ഒരു കുട്ടി ജനിച്ച് വളർന്ന് മരിക്കുന്നത് വരെ നമുക്ക് കാണാം ഇല്ലേ. അത് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഈ 3 കർമ്മങ്ങൾ മാത്രം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നത്. കണ്ണിന് കാണാൻ പറ്റാത്തത് മനസ്സിലാകില്ല, അതിനെയാണ് മറയ്ക്കുക എന്ന് പറയുന്നത്, തിരോധാനം. അപ്പൊ ഇവിടെ എങ്ങനെ ജനിച്ച് മരിച്ച് എന്തിനാണ് ദേവി വച്ചിരിക്കുന്നത് എന്ന് ചിലപ്പോ നമുക്ക് എന്താ പറയാ ചോദിക്കാറുണ്ട്. ദേവിയോട് തന്നെ നമ്മൾ ചോദിക്കും, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചിലത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല, പറ്റില്ല അല്ലെ. നമ്മൾ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് എന്ന് മാത്രം, നമ്മൾ അതിനെ അംഗീകരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ എന്തിന് കഷ്ടപ്പെടണം? കാരണം മഹാപെരിയവരെ പറയും, ഒരു ജീവൻ, അതായത് ഈ ജീവനുകളെല്ലാം വന്ന് ആ ഒരു എല്ലാറ്റിനെയും വിട്ട് എന്താ പറയാ, ആ ഒരു തുള്ളികളായിട്ട്, സത്തിനെ വിട്ട് തുള്ളികളായിട്ട് ചിത്തായിട്ട്, ഈ ചിത്താണ് ഈ ജീവനുകളായിട്ട് മാറുന്നത് ഇല്ലേ. പല പിറവികൾ എടുക്കുന്നു. സ്ഥാവര ജംഗമങ്ങളായിട്ട് എത്ര ജന്മങ്ങൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കോടി ജന്മം. പക്ഷെ എന്നെങ്കിലും ഒരിക്കല് കർമ്മവിനകളെ നമ്മൾ ആ ഒരു മൊത്തത്തില് മാറ്റിയിട്ട്, അതായത് ആ ഒരു ന്യൂട്രൽ ആക്കിയിട്ട് ആ എന്താ പറയാ സത്തില് ആ പരമ്പൊരുളിൽ ചെന്ന് ചേരും. അതുവരെ ജന്മം എടുത്തുകൊണ്ടേയിരിക്കും. അതാണ് സച്ചിദാനന്ദം. സത്ത് ചിത്തിനോട് ചേരുമ്പോഴുള്ള ആനന്ദം, ജീവൻ ബ്രഹ്മത്തിനോട് ചേരുമ്പോൾ ആനന്ദം, അതിനെയാണ് നമ്മൾ സച്ചിദാനന്ദം. ഇത് ചിലപ്പോ കോടിയിൽ ഒന്നാകും,
അപ്പൊ അങ്ങനെ ജീവനുകൾ കൊടുക്കുന്ന അവസരങ്ങളാണ് ജന്മങ്ങളെ. ജീവനുകൾക്ക് ഭഗവാൻ കൊടുക്കുന്ന അവസരങ്ങൾ, ഇല്ല അമ്മ കൊടുക്കുന്ന അവസരങ്ങളെയാണ് നമ്മൾ ജന്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചുള്ള യാത്രയ്ക്ക്, അത് ശരിക്കും പറഞ്ഞാല് തിരിച്ചുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഓരോ സമയം നമുക്ക് നമ്മുടെ ആ ഒരു ലൈഫ് സ്പാൻ അല്ലെ, ഈ ഭൂമിയിൽ എത്ര വർഷം നമുക്ക് ജീവിക്കാൻ പറ്റും, ഈ ഒരു ജന്മത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കിയാല്, അതിന്റെ രഹസ്യത്തെ അറിഞ്ഞാല് എന്താ, നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരില്ല. ഇത് അറിയുന്നിടം വരെ ഒരു ജീവൻ വന്ന് പോയേ പറ്റുള്ളൂ. ഇതിനാണ് കാമേശ്വരനും കാമേശ്വരിയും ഈ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചാൻസ് തരാനും തയ്യാറാണ് ഇവര്. ഒരു ജീവനെങ്കിലും സച്ചിദാനന്ദത്തില് എത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. ഇപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അവസാനമാണ് കിട്ടുന്നത് അനുഗ്രഹം. ഈ പഞ്ചകൃത്യങ്ങളാണ്, അതായത് നമ്മള് കാണുന്നത്. ഈ 5 കൃത്യങ്ങള് ഈശ്വരന്റെ തന്നെയാണ്. നമുക്കിവിടെ യാതൊരു റോളും ഇല്ല. കാരണം ഈ 1000 നാമങ്ങൾ, ഈ പഞ്ചകൃത്യങ്ങളാണ് ഈ 1000 നാമങ്ങളായിട്ട് ഇരിക്കുന്ന ദേവിയുടെ. അപ്പൊ ആദ്യം സൃഷ്ടി ചെയ്യുന്ന അമ്മ ശ്രീമാത, രണ്ടാമത് ശ്രീ മഹാരാജ്ഞി ഉണ്ടായതിനെ സംരക്ഷിക്കുന്നത്, പിന്നെ ശ്രീമത് സിംഹാസനേശ്വരി, സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാറാണി എന്നത് എന്താ, ആ ഒരു റിവേഴ്സ് ആയിട്ട് ആ ഒരു ഹിംസാനേശ്വരി, അതായത് നീക്കപ്പെടുന്നവൾ, ഇവിടുത്തെ എല്ലാത്തിനും നീക്കുന്നവൾ, സംഹാരിണി അതായത് ലയം. അങ്ങനെ സൃഷ്ടി, സ്ഥിതി, സംഹാരം 3 ആദ്യത്തെ 3 എന്താ പറയാ, 3 പ്രധാന ജോലികൾ അല്ലെ. അപ്പോ ലയം എന്നാല് എവിടെ നിന്നോ വന്നു അവിടത്തേക്ക് ലയിച്ചു പോയി. ആ ലയിച്ചു പോയിട്ട് പിന്നെ എന്താ വരുന്നത്, പിന്നെയും അത് വരും അല്ലേ. അപ്പോ ആ ഒരു എന്താ പറയാ, ആ ഒരു 999 നാമം വരെ, അതായത് ദേവിയുടെ ആ ഒരു 40ാമത്തെ തിരുനാമം തുടങ്ങി 999 നാമം വരെ, അതായത് തിരോധാനം, അതായത് പല രീതി ആണ് പറയുന്നത്. ഈ 5 കൃത്യങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് അവിടെ പറയുന്നത്. പിന്നെ ആ ഒരു 1000 അല്ലെ, സഹസ്രനാമം, ആ 1000 എന്ന് പറയുന്നത് എന്താ, ശ്രീ ലളിതാംബിക അല്ലെ, ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. അനുഗ്രഹം തരാൻ എന്താ, ആ ലളിതാദേവിയായിട്ട് രൂപമെടുത്തവൾ. തിരോധാനം എന്നത് ഏറ്റവും വലുതാണല്ലേ, അതറിഞ്ഞ് അനുഭവിച്ച് വേണം അനുഗ്രഹം വാങ്ങാൻ. അപ്പൊ ആദ്യം ദേവിയുടെ ബാഹ്യ സ്വരൂപ വർണ്ണനയാണ് നമ്മൾ കണ്ടത്. ഇനി ദേവി ഭണ്ഡാസുരവധത്തിനായിട്ട് വന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കണം അല്ലേ. ഇന്ന് നമുക്കിവിടെ നിർത്താം. നമുക്ക് ഇനിയും ഈ ലളിതാ സഹസ്രനാമത്തിലൂടെ അവസാനം വരെ എങ്ങനെയാണ് ശിവനിലേക്ക് ശക്തി നമ്മളെ ചേർക്കുന്നത് അല്ലെ, ഒരമ്മ എങ്ങനെയാണ് അച്ഛനിലേക്ക്, അച്ഛൻ ആര്, അച്ഛൻ എന്താണ്, അച്ഛൻ എവിടെയാണ് എന്നൊരു ജീവന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഈ 1000 നാമങ്ങള് അതിലേക്കുള്ള ഒരു പ്രയാണം മാത്രമാണ്. നമ്മളത് മനസ്സിലായി കഴിഞ്ഞാൽ ജീവബ്രഹ്മ ഐക്യം ഇത് ശ്രവിക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഒരു ഉപാസകന് ലഭിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്നിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.